പൊന്നാനിയിൽ ബോട്ടിൽ കപ്പലിടിച്ചുണ്ടായ അപകടത്തിൽ കപ്പൽ ജീവനക്കാർക്കെതിരെ കേസ്. സാഗർ യുവരാജ് എന്ന കപ്പൽ ജീവനക്കാർക്കെതിരെയാണ് തൃശൂർ മുനക്കക്കടവ് കോസ്റ്റൽ പോലീസ് കേസെടുത്തത്. കപ്പൽ കസ്റ്റഡിയിലെടുക്കുമെന്ന് മുനക്കക്കടവ് കോസ്റ്റൽ CI സിജോ വർഗീസ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. ലക്ഷദ്വീപ് ഡെവലപ്മെന്റ് കോർപ്പറേഷനു വേണ്ടി സർവീസ് നടത്തുന്ന കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള കപ്പലാണ് സാഗർ യുവരാജ്. കേസെടുത്തിട്ടുണ്ട്. കേസ് ഇപ്പോൾ അശ്രദ്ധമായിട്ട് കപ്പൽ ഓടിച്ച് അപകടം വരുത്തി എന്നുള്ള രീതിയിൽ മരണത്തിനിടയാക്കിയ ആ രീതിയിലുള്ള കേസുകളാണ് എടുത്തിട്ടുള്ളത്. കപ്പൽ സംഭവം ഉണ്ടായത് തന്നെ കപ്പലുകാർ തന്നെ കോസ്റ്റ് ഗാർഡിനെയൊക്കെ അറിയിച്ചിട്ടുണ്ട്. അവർ തന്നെ റെസ്ക്യൂ ഓപ്പറേഷൻസ് തുടങ്ങിയിട്ടുണ്ട്. കപ്പൽ കസ്റ്റഡിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പോർട്ടിൽ കസ്റ്റഡിയിൽ വയ്ക്കും. നരഹത്യയല്ല, 304 IPC പ്രകാരമുള്ള ഇതുണ്ട്. പിന്നെ 280, 337 IPC. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി മുബഷീർ പി അക്ബർ നൽകും വിവരങ്ങൾ. മുബഷീർ, രണ്ടും മരണത്തിനിടയാക്കിയ സംഭവമാണ്. ഇതിപ്പോൾ കേസ് എടുത്തിരിക്കുന്നു. എന്തൊക്കെ വകുപ്പുകളാണ് ചേർത്തിരിക്കുന്നത്? സുധി, നിശ്ചയമായും ഇന്ന് പുലർച്ചെയുണ്ടായ ദാരുണമായ സംഭവത്തിലാണ് ഈ ഒരു കപ്പലിലെ ജീവനക്കാർക്കെതിരെ സ്വാഭാവിക നടപടിയെന്നോണം കോസ്റ്റൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിലെ മുനക്കക്കടവ് കോസ്റ്റൽ പോലീസാണ് ഈ ഒരു കപ്പൽ ജീവനക്കാർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ലക്ഷദ്വീപ് അതോറിറ്റിയുടെ ഹയർ ചെയ്ത കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള സാഗർ യുവരാജ് എന്ന കപ്പലിലുണ്ടായിരുന്ന ജീവനക്കാർക്കെതിരെയാണ് IPC 304, അതുപോലെ തന്നെ 337, 280 എന്നീ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിരിക്കുന്നത്. സംഭവത്തിൽ അലക്ഷ്യമായി കപ്പലോടിച്ചു എന്നീ വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തിക്കൊണ്ടാണ് കേസെടുത്തിരിക്കുന്നതെന്നാണ് മുനക്കക്കടവ് CI സിജോ വർഗീസ് റിപ്പോർട്ടർ TVയോട് പ്രതികരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് പുലർച്ചെ ഏകദേശം 1:30 കൂടിയായിരുന്നു കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. പൊന്നാനിയിലെ മത്സ്യബന്ധന ബോട്ടായ ഇസ്ലാഹ് ഈ വിധത്തിൽ 1:30 കൂടി തൃശ്ശൂർ ഭാഗത്ത് വെച്ചാണ് അപകടത്തിൽപ്പെടുന്നത്. ലക്ഷദ്വീപിൽ നിന്നും കവരത്തിയിൽ നിന്നും ബേപ്പൂരിലേക്ക് പോവുകയായിരുന്ന ചരക്കു കപ്പലാണ് ഈ വിധത്തിൽ ഈ ഒരു മത്സ്യബന്ധന ബോട്ടിനെ ഇടിക്കുന്നത്. ഈ ഒരു മത്സ്യബന്ധന ബോട്ടിൽ 6 തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത്. അതിൽ 4 പേരെ ഈ ഒരു കപ്പലിലുണ്ടായിരുന്ന ജീവനക്കാർ തന്നെ രക്ഷപ്പെടുത്തിയിരുന്നു. ആ ഒരു സമയത്തുണ്ടായ കാലാവസ്ഥയിലുണ്ടായ മാറ്റം, അതുപോലെ തന്നെ ചാറ്റൽ മഴ ഉൾപ്പെടെയുള്ളവയാണ് ഈ ഒരു അപകടത്തിന് കാരണം എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികൾ പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. കൂടാതെ ഈ ഒരു കപ്പലിനെ നിയന്ത്രിച്ചിരുന്ന ആളുകൾ ഉറങ്ങിപ്പോയി എന്ന കാര്യത്തിലൊക്കെ തന്നെ പോലീസ് വിശദമായ അന്വേഷണം നടത്തുമെന്നുള്ളതാണ് അന്വേഷണ സംഘവും ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും സംഭവത്തിൽ, അതിദാരുണമായ സംഭവത്തിൽ മരിച്ച 2 തൊഴിലാളികൾ മലപ്പുറം പൊന്നാനി സ്വദേശികളായ സലാമിൻ്റെയും അബ്ദുൽ ഗഫീറിൻ്റെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ വെച്ചായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായത്. ബന്ധുക്കൾക്ക് സംസ്കാര ചടങ്ങുകൾ, ഖബറടക്ക ചടങ്ങുകൾ ഉൾപ്പെടെ അത് നിർവഹിക്കുന്നതിന് വേണ്ടി മൃതദേഹം വിട്ടു നൽകിയിട്ടുണ്ട്. ബാക്കി 4 പേർ നിലവിൽ പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. അവരോടുമായി സംസാരിക്കുമ്പോൾ ഈ ഒരു കപ്പൽ ജീവനക്കാർക്ക് ഇത്തരത്തിൽ അവർ അറിയാതെ സംഭവിച്ചതാകാം എന്നുള്ളതാണ് ഈ ഒരു മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. അവർ കൃത്യസമയത്ത് ഇടപെട്ടിരുന്നു, സഹായിച്ചിരുന്നു. അവർ ഈ ഒരു കപ്പൽ ഇടിച്ചത് അവർ അറിഞ്ഞിരുന്നില്ല. കപ്പൽ കുറച്ചോട്ട് മുന്നോട്ട് പോയതിനു ശേഷം അതിലെ ചില ആളുകൾ ഈ ഒരു മത്സ്യബന്ധന ബോട്ടുമായി ഇടിച്ചത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കപ്പൽ സ്ലോ ആക്കുന്നത്. തുടർന്ന് കപ്പലിലെ ജീവനക്കാരെത്തിയാണ് തങ്ങളെ 4 പേരെയും രക്ഷപ്പെടുത്തിയതെന്നാണ് അവർ വ്യക്തമാക്കുന്നത്. കപ്പൽ ഈ ഒരു ബോട്ടിനെ താഴെ അകപ്പെട്ടുകൊണ്ടാണ് സലാമും അതുപോലെ തന്നെ അബ്ദുൽ ഖഫീറും മരിച്ചിരിക്കുന്നത്. അവരുടെ ശരീരത്തിൽ ഉൾപ്പെടെ പരിക്കുകളും ഉണ്ടായിരുന്നു. എന്തായാലും സംഭവത്തിൽ വിശദമായ അന്വേഷണം മുനക്കക്കടവ് കോസ്റ്റൽ പോലീസ് നടത്തുമെന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. ശ്രുതി, കപ്പൽ ജീവനക്കാർക്കെതിരെ കേസ് എടുത്തിരിക്കുകയാണ്. മുബഷീർ പി അക്ബറാണ് വിശദാംശങ്ങൾ നൽകിയത്.